നാടൻ പ്രയോഗമുണ്ട്, ഫിഷിംഗ് ഇൻ ദ ട്രബിൾ വാട്ടേഴ്സ്. ഇത് പലപ്പോഴും രാഷ്ട്രീയക്കാരെ കളിയാക്കുവാനും അല്ലെങ്കിൽ ട്രബിൾ മേക്കേഴ്സിനെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ ഉപമിക്കുവാനും ഉപയോഗിക്കുന്ന വാചകങ്ങളാണ്. നമ്മൾ കലക്കവെള്ളത്തിൽ പരൽമീനിനെ പിടിക്കുന്നത് നാട്ടിൻപുറങ്ങളിൽ 2 തോർത്തുമുണ്ട് വെച്ചുകൊണ്ടാണ്. എന്നാൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പോയപ്പോൾ തോർത്തുമുണ്ട് കീറിപ്പോയ ഒരു മധ്യവയസ്കൻ്റെ കഥയാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. ആ മധ്യവയസ്കൻ മറ്റാരുമല്ല, കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. മധ്യവയസ്കനായ വി ഡി സതീശൻ അടുത്ത ഇലക്ഷനിൽ ജയിച്ച് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ഒരു കതർ മുണ്ടും ഒരു കതർ ഷർട്ടും തേച്ച് വെച്ചിരിക്കുകയാണ് എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. എന്നാൽ അടുത്ത മുഖ്യമന്ത്രി ആകാനുള്ള കോൺഗ്രസ് പാർട്ടിയിലെ റേസിൽ ഇപ്പോഴത്തെ തിരുവനന്തപുരത്തെ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യൂഷൻസിലെ എം പിയായ ശശി തരൂരും മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയും കൂടി കടന്നു വന്നപ്പോൾ സതീശൻ പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഹൈലൈറ്റ്സ് ആകാൻ വേണ്ടി എൻ്റെ ഫിഗർ എൻ്റെ തല എന്ന രീതിയിൽ കേരള ജനതയ്ക്ക് മുന്നിൽ നിലനിൽക്കാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങൾ എല്ലാം ബെഡായിത്വം പറഞ്ഞ് അല്ലെങ്കിൽ കോമാളിത്തരം പറഞ്ഞ് സതീശൻ ഫേമസ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം കലക്കവെള്ളത്തിൽ പരൽമീനിനെ പിടിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തോർത്ത് കീറിപ്പോയി ആകെ അവശനായി കേരള മനസാക്ഷിക്ക് മുന്നിൽ അവകാശനായി നിൽക്കുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ സതീശൻ. സംഭവം മറ്റൊന്നുമല്ല, ജമ്മു ആൻഡ് കാശ്മീരിലെ പകൽക്കോട്ടിലെ ഏപ്രിൽ മാസം 22-ാം തീയതി ഭീകരവാദികൾ നിരായുധരായ 26 ടൂറിസ്റ്റുകളെ ജാതിയും മതവും ചോദിച്ച് വെടിവെച്ച് കൊന്നപ്പോൾ അവിടെ മീൻ പിടിക്കാൻ ശ്രമിച്ചതാണ് സതീശന് വിനയായത്. ജാതിയും മതവും വർണ്ണവും നോക്കി ജനങ്ങളെ വേർതിരിച്ച് അവർ ഹിന്ദു മതസ്ഥരാണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം തീവ്രവാദികൾ അവരെ വെടിവെച്ച് കൊന്നതാണ് പഹൽഗാമിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇസ്ലാമിക ഭീകരതയുടെ നിഷ്ഠൂരമായ ഇരകൾ ആയിരുന്നു നിരായുധരായ ഈ പാവപ്പെട്ട ജനങ്ങൾ. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സൗന്ദര്യം കാണുവാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ചും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ യൂണിയൻ ടെറിട്ടറിയിൽ ഇപ്പോൾ എത്തിപ്പെടുന്നത്. ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുക എന്ന ഒരു ആദർശത്തിൻ്റെ പേരിൽ മാത്രം. ഒരു മനുഷ്യൻ ഇസ്ലാം അല്ലാതെ ജനിച്ചു എന്നുള്ളത് അവൻ്റെ തെറ്റല്ല. ഏത് മതത്തിൽ ഏത് മനുഷ്യൻ ജനിക്കുന്നു എന്നുള്ളത് അവനല്ല തീരുമാനിക്കുന്നത്. മനുഷ്യൻ ജനിക്കുന്നത് ഇസ്ലാം മതത്തിലോ ക്രിസ്ത്യൻ മതത്തിലോ ഹിന്ദു മതത്തിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മതത്തിലോ മതം ചിന്തിക്കാത്തവരുടെ ഭവനങ്ങളിലും ആണ്. തീവ്രവാദത്തിന് മതമുണ്ട് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നത് ജനങ്ങളുടെ മതം നോക്കി മനുഷ്യനെ കൊന്നെടുക്കുമ്പോഴാണ്. അതും കൊല്ലുന്നവരുടെ അജണ്ട അവർ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ഒരു മതാധിപത്യ രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. എല്ലാ മതങ്ങളും ഇവിടെ ജീവിക്കുന്നു. അർത്ഥത്തിൽ ഏകത്വം എന്നാണ് പണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന വിഖ്യാതനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ജനതയെക്കുറിച്ച് പറഞ്ഞത്. എന്ന മഹാരാജ്യത്ത് ഹിന്ദു മതസ്ഥരും മുസ്ലിം മതസ്ഥരും ക്രിസ്ത്യൻ മതസ്ഥരും മറ്റു മതസ്ഥരും എല്ലാം ഏകോദര സഹോദരന്മാരെ പോലെ കഴിയുമ്പോൾ മാത്രമാണ് ഭാരതത്തിൻ്റെ മതേതരത്വം നിലനിൽക്കുന്നത്, മതേതരത്വം എന്ന വാക്കിന് അർത്ഥം ഉണ്ടാകുന്നത്. എന്നാൽ ജാതിപരമായി ഇവിടെ കലാപം ഉണ്ടാക്കുവാൻ മനുഷ്യരെ തെരഞ്ഞു പിടിച്ച് ഏതാനും തീവ്രവാദികൾ ഹിന്ദു മതസ്ഥരെ കൊല ചെയ്യുമ്പോൾ അവിടെ മുറിവേൽക്കുന്നത് ഭാരതത്തിലെ മതേതരവാദികളും ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരുടെയും മനസ്സിലാണ്. എന്നാൽ ഈ വിഘടനവാദികളുടെ അജണ്ടയ്ക്ക് എതിരെ ചിന്തിക്കുവാനും ഭാരതീയർ എല്ലാവരും ഒന്നാണെന്നും മതത്തിൻ്റെ പേരിൽ ഒരു കലാപം ഇവിടെ ആവശ്യമില്ല എന്ന് അറിയുവാനും ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ഇവിടുത്തെ മതേതരവാദികളായ മുസ്ലിമിനും ഇന്ന് വിവരവും അറിവും ഉണ്ട്. ഇതാണ് പ്രതിപക്ഷ നേതാവായ പി ഡി സതീശൻ മനസ്സിലാക്കാതെ പോയത്. ജമ്മു ആൻഡ് കാശ്മീരിൽ ഉറിയിലും പകൽക്കോട്ടും ഇതുപോലെ തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യം പാകിസ്ഥാനിൽ കയറി തിരിച്ചടിക്കുകയും ഇന്ത്യൻ പട്ടാളം അവർക്ക് ഉചിതമായ മറുപടിയും നൽകുകയും ചെയ്തതാണ്. അന്ന് എല്ലാ ജനങ്ങളുടെയും വികാരവും ചിന്തകളും നമ്മൾ ഇന്ത്യക്കാർ എന്നുള്ളത് എന്ന് തന്നെയാണ്. ഞാനൊരു ഹിന്ദുവെന്നോ ഞാനൊരു മുസ്ലിം എന്നോ ഞാനൊരു ക്രിസ്ത്യൻ എന്നോ ഞാനൊരു മറ്റു മതസ്ഥൻ എന്നുള്ള രീതിയിലോ ഭാരതത്തിലെ ജനങ്ങൾ ചിന്തിച്ചിരുന്നില്ല. മുൻ തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുമ്പോഴും ഭാരതത്തിലെ ജനത ചിന്തിച്ചത് ഞങ്ങൾ ഒരു ഇന്ത്യക്കാർ എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പഹൽഗാമിലും അക്രമം നടക്കുമ്പോൾ ഭാരതത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് ഞാനൊരു ഇന്ത്യക്കാരൻ എന്നുള്ളത് തന്നെയാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ
26 ഹിന്ദു മതസ്ഥരെ ജാതിയുടെ പേരിൽ വേർതിരിച്ച് തീവ്രവാദികൾ കൊന്നു എന്ന വാർത്ത വന്നപ്പോൾ വി.ഡി. സതീശൻ്റെ പ്രതികരണം ഉടനടി വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം മൗലികവാദികളെ വെള്ള പൂശുന്നതിനും തീവ്രവാദത്തിനെ അനുകൂലിക്കുന്ന രീതിയിലായിരുന്നു. ഈ തീവ്രവാദത്തിന് മതത്തിൻ്റെ നിറം നൽകരുത്, മുസ്ലിം മതസ്ഥർ നമ്മുടെ സഹോദരന്മാരാണ്, ഇതിൻ്റെ പേരിൽ നമ്മൾ ഹിന്ദുക്കളും മറ്റു മതസ്ഥരും വേർതിരിക്കരുത്, നമ്മൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും നിലനിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വക്താക്കളുടെയും അജണ്ട തിരിച്ചറിയണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ നമ്മുടെ 26 സഹോദരങ്ങൾ തീവ്രവാദികളിലെ വെടി ഉണ്ടയാൽ കൊല്ലപ്പെടുമ്പോൾ ഇവിടെ ആരും ജാതിയും മതവും പറഞ്ഞില്ല. മുസ്ലിങ്ങൾ സഹോദരങ്ങളല്ലെന്നും മുസ്ലിമിനെ നമ്മൾ വേട്ടയാടണമെന്നും ഒരു രാഷ്ട്രീയക്കാരും ഉത്തരവാദിത്വം ഉള്ള ഒരു രാജ്യത്തെ ജനങ്ങളും പ്രതികരിച്ചില്ല. ആ അവസരത്തിൽ അവിടെ ജാതിയും മതവും കൊണ്ടുവന്ന് കുറച്ച് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടും എന്ന് വിചാരിച്ച് അവിടെ സെൽഫ് ഗോൾ അടിച്ചിരിക്കുകയാണ് വി.ഡി. സതീശൻ എന്ന കേരളത്തിൻ്റെ പ്രമുഖനായ പ്രതിപക്ഷ നേതാവ്. വി.ഡി. സതീശൻ്റെ ഈ പ്രസ്താവനയെ ഭാരതത്തിലെ പ്രതിപക്ഷ കക്ഷികളും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങളും വളരെ അവജ്ഞയോടെ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ കേരളത്തിലും ഒരു സഹോദരൻ ഈ പഹൽഗാമിലെ തീവ്രവാദികളുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് രാമേന്ദ്രൻ നായർ എന്നുള്ളതായിരുന്നു. രാമേന്ദ്രൻ നായർ എന്ന ഹിന്ദു മതസ്ഥനായ വ്യക്തി കൊല്ലപ്പെട്ടെങ്കിലും കേരളത്തിലെ മനസാക്ഷി ജാതി മത ചിന്തകൾക്ക് അതീതമായി അദ്ദേഹത്തിന് ഒപ്പമായിരുന്നു. തീവ്രവാദികളുടെ വെടിയേറ്റു മരിച്ച ഭാരതത്തിൻ്റെ വീരപുരുഷൻ രാമചന്ദ്രൻ നായരെ ജനങ്ങൾ വിശേഷിപ്പിക്കുന്നു. രാമചന്ദ്രൻ നായരുടെ ഭൗതിക ശരീരം കാണുവാനും അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം ഭൂമി വിട്ടു പോകുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ജാതി മത ഭേദമന്യേ പൊതുരംഗത്ത് നിന്നും കേരള മനസാക്ഷിയുടെ പ്രതീകമായി എല്ലാ ജനങ്ങളും പങ്കെടുത്തു. തീവ്രവാദത്തിന് എതിരെ ഉള്ള ഒരു യുദ്ധമായാണ് ഭാരതത്തിലെ ജനങ്ങൾ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ വ്യത്യാസമില്ലാതെ രാമചന്ദ്രൻ നായരുടെ ഭൗതിക ശരീരം കാണുവാനും അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ പങ്കെടുക്കുവാനും എത്തിയത്. കേരളത്തിൻ്റെ നാനാതുറയിലുള്ള രാഷ്ട്രീയക്കാരെന്നോ സാഹിത്യകാരന്മാരെന്നോ സിനിമാ പ്രവർത്തകർ എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റ് കലാകാരന്മാർ എന്നുള്ളതോ ഉദ്യോഗസ്ഥരോ പ്രൈവറ്റ് രംഗത്തുള്ളവരോ എന്ന് യാതൊരു വ്യത്യാസവുമില്ലാതെ കേരളത്തിലെ പൊതുജനങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുത്തു. കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് രാമചന്ദ്രൻ നായരുടെ ഭൗതിക ശരീരം യാത്ര ആക്കിയത്. കേരളത്തിലെ ജനങ്ങൾ തീവ്രവാദത്തിനെതിരെ ഒന്നിച്ച് നിൽക്കുമ്പോൾ അവിടെ വി.ഡി. സതീശൻ പറഞ്ഞ പ്രസ്താവന വെറും അവകാശം ആയിപ്പോയി എന്നുള്ളതാണ് ഫോറം അറ്റ് നൗവിന് പറയുവാനുള്ളത്. നിരുത്തരവാദമായ പ്രസ്താവനകൾ നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അവകാശിനായി മാറുന്നു എന്നുള്ളതാണ് ഫോറം അറ്റ് നൗവിന് പറയുവാനുള്ളത്. അടുത്ത തവണ നിങ്ങൾ നിയമസഭയിൽ വരരുത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചു പോകും. നിങ്ങൾ ഒരു ജനകീയ നേതാവ് ആണ് എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യകാരണ സഹിതം പറയുകയും വസ്തുതാപരമായി സംസാരിക്കുകയും ചെയ്യുക തന്നെ വേണം. ഇവിടെ ജാതി മത വർഗ ചിന്തകൾക്ക് അതീതമായി എല്ലാ ജനങ്ങളും ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ മുന്നിൽ ഒരു ഉന്നത സ്ഥാനം വഹിക്കുന്നത്. ഈ മാറിയ ലോകക്രമത്തിൽ ലോകത്തിലെ ഒരു വമ്പൻ ശക്തി ആക്കുവാൻ കുതിക്കുന്ന ഇന്ത്യ എന്ന രാജ്യം എത്തപ്പെടണമെങ്കിൽ വി.ഡി. സതീശനെ പോലുള്ള പ്രമുഖരായ നേതാക്കന്മാരുടെ പിന്തുണയും അവരുടെ കഷ്ടപ്പാടും ആവശ്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന ഒരു ഉന്നത പദവിയിൽ എത്തിയെങ്കിൽ അതിന് നിങ്ങൾക്ക് കരുത്തു നൽകിയത് ജനങ്ങൾ നൽകിയ വിശ്വാസവും വോട്ടുമാണ്. അത് നിങ്ങൾ മറന്ന് പെരുമാറിയാൽ നിങ്ങൾ വെറും ഒരു കോമഡി പീസ് മാത്രം ആയി പോകുകയേ ഉള്ളൂ എന്നാണ് ഫോറം അറ്റ് നൗവിന് പറയുവാനുള്ളത്. അതുകൊണ്ട് കലക്ക വെള്ളത്തിൽ നിങ്ങൾ മീൻ പിടിച്ച് നടക്കാതെ നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, ജനങ്ങളെ സഹായിക്കുക, കാര്യങ്ങളെ സത്യസന്ധമായി സംസാരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ച പോലെ തോർത്ത് കീറി നിങ്ങൾ ആകെ അപകാശിനായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ടി വരും എന്ന് മാത്രമേ ഫോറം അറ്റ് നൗവിന് പറയുവാനുള്ളൂ. വീണ്ടും ഒരു ലക്കത്തിൽ പുതിയൊരു വിഷയമായി നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഫോറം അറ്റ് നൗ.